പരിശുദ്ധനാകുന്നു
അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തിനെ വിളിച്ചു, ഈ യവനക്കാരന് സഹസ്രാധിപനോടൊരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുവന്നു. തടവുകാരനായ പൗലോസിനെ വിളിച്ച്, നിന്നോട് ഒരു കാര്യം പറയുവാനുള്ള ഈ യവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈപിടിച്ച് മാറി നിന്നു. എന്നോട് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിന് അവൻ, യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ലധികം പേർ അവനെ ഒടുക്കിക്കളയണം, ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ചു. യവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാർ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചവരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിനെന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി, ഹബീബായി പാർക്കുമോ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷാപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ വാളോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശു തമ്പുരാൻ ജനക്കൂട്ടത്തെ നല്ല ശിഷ്യന്മാരെയും വിളിച്ചവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും. എനിക്ക് വേണ്ടി എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. ഓരോ മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെ എന്ത് പ്രയോജനം? അവൻ തൻ്റെ ആത്മാവിന് പകരം എന്ത് കൊടുക്കും? വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ ആരെങ്കിലും എന്നെ കുറിച്ചും എൻ്റെ വചനങ്ങളെ കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ പരിശുദ്ധ മാലാഖമാരോടുകൂടി തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെ കുറിച്ച് ലജ്ജിക്കും. ന്യായവിസ്താരത്തിനായിട്ട് അവർ നിങ്ങളെ ഏൽപ്പിക്കുകയും സുനഗോഗുകളിൽ വെച്ച് നിങ്ങളെ അടിക്കുകയും ഞാൻ നിമിത്തം നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുൻപാകെ അവരോട് സാക്ഷ്യം വഹിക്കുന്നതിനായിട്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യും. എന്നാൽ സകല ജാതികളോടും എൻ്റെ സുവിശേഷം അറിയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ടതില്ല. ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് സംസാരിക്കുകയും. എന്നാൽ അപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാവരും ശുദ്ധാത്മാവാണ്. സഹോദരൻ തൻ്റെ സഹോദരനെയും പിതാവ് തൻ്റെ പുത്രനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വിരോധമായി നിന്നവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. എന്നാൽ അവസാനത്തോളം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും
ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയവയുമായ എന്റെ മഹാപാപങ്ങളും വിശ്വാസികളായ എന്റെ സേനത്തിന്റെ പാപങ്ങളും വായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ എന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിമഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെ നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാതമ്പുരാനെ കർത്താതി കർത്താവേ മഹത്വത്തിൻ്റെ നാഥ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽമീ ഈറയന്മാർക്കും മാലാകമാർക്കും അദൃശ്യനായിരിക്കുന്ന പിതാവാം ദൈവമേ തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ഏകപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധരുടെ മുൻപാകെയും നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാൻ ലവൽമീ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നും നിനക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും ഭാവ്യമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാ ജീവൻ പരിശുദ്ധമുള്ളവൻ താൻ നമ്മുടെ മേൽ നമ്മുടെ ആത്മാ
സർവ്വപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മറ്റുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർ മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭദ്രായി കുന്നോന്മേല ഓലം വലുതേ. ബാറഖിമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ Thank you.
തന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുകൂല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യം ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള അപേക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവരും ജീവനുള്ള സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും അടയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ കാദീശ് പാടി ഉച്ചസ്വരത്ത് നിന്നെ മാറ്റപ്പെടുത്തുന്നു. മസക്കിൻ
തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാശ്ലീകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനു നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. വലകായേതൽപോലം വൽമേ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാശ്ലീകന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. വലകായേതലപോലം വൽമേ. ഇത് നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനം നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ തോസേനോ. വിസ്മയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങൾ വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലത്തിന്റെ കാവ്യം നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബീദൈ ആമോലാബു കാതമറോ. ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്നതിലുള്ളവരിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനെ പൊരുതി ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി
പരിശുദ്ധവസിച്ച് ഈ കാസായ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ വിശ്വാസത്തിന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോട് ഗുണയാനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽമീ. അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശുഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീശന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ പരിശുദ്ധ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല മേൽപ്പെട്ടക്കാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുമായ കന്യാടത്തെ മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽമീ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരന്മാരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങൾ നിരസമായി മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽമീ. മറിക്കുമ്പോൾ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തയ്യാറാകളെയും സത്യവിശ്വാസത്തെ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സർവഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തിയിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽമീ. ഭൂമിയിലെ സകല വംശങ്ങളുടെ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗലിസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മർദ്ദാനെയും സിംഹാസന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹയെയും
ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായ മരിച്ചുപോയവരെ കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽ ഗുരുരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് യന്ത്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായാലും കുസന്തീനോപോലീസിലും എഫേസോസ് ശ്രമിച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാദിയോസും ക്ലേമീസും ദിവന്നാസിയോസും അഥാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോദിയോസും ഫീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മർക്കൂറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജിസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മോസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബുർദാനായും മാറപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാഖും മാർ ബാലായും ദുഃഖന്മാരും തലവനായ മാ ബസോമായ മാ ശമോൻ ദസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ ബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ സഹോദരനും സഹോദരങ്ങളുമായി തീരുവാൻ ഇടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാൻ ലവൽ അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായിസോന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും
അവനും അവൾ തന്നെ ശരണപ്പെടുന്നു. തുലോസേഫിലാൻ വലകൂ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ വായ്പോരെ കൃപയോടെ ഇറകരാക്കി തീർക്കണമേ. തന്മൂലം കാലത്തിലും ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധാത്മാവോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ സുബാൻ ലവൽ മേ വലിയവനും നമ്മുടെ പിതാവുമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Holy
ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അതിൽ പോയിരിക്കുന്നവർക്ക് തിരിച്ചു വരും സമീപസം നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാരത്തിൽ നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെള്ളം കൊടുക്കുകയും നിന്റെ തിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾ കൊതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ വാകളും വചനങ്ങളും തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഗുണകരം പ്രയോജനമുള്ളതായി വേഗത്തിൽ ഞങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാനവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ചേ കവിഞ്ഞൊഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുല സുബാനവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്നിക്കുന്ന സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും നാം സൂക്ഷിക്കണം. ശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു.
അസൂയയുടെ രാജമകൾ നിൻവലമായി രാജഭാമിനിയോ ഇടവിടാതെ സദാ കരറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. വന്യനായ കർത്താവേ, നിന്റെ നാമനിമിത്തം സഹോദരന്മാർ വധിക്കപ്പെട്ടു. അധർമ്മികളായ രാജാക്കന്മാരെ ജയിക്കുവാൻ നിന്റെ ദാസന്മാരെ നീ യോഗ്യരാക്കി തീർത്തു. കുർബാന പോലെ രക്തത്തെ കൈക്കൊള്ളുന്ന സഹോദരന്മാരുടെ നായകനായ കർത്താവേ, നിനക്ക് സ്തുതി. പരിശുദ്ധ ഗീവർഗീസയുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന ഈ സമയത്തും നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉകുലകുണ്യവുമോ പ്രകാശവും പരിശുദ്ധന്മാരെ പ്രകാശിപ്പിക്കുന്നതിനുമായി ഇളവശാതമ്പുരാനെ, ഒരുവൻ തന്റെ സ്നേഹത്തിനു വേണ്ടി സ്വജീവനെ വയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഹീനന്മാരും അയോഗ്യരുമായ ദാസരാകുന്ന ഞങ്ങളെ നീ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ വെറുമയാക്കി മരണത്തിന്റെയും പാവത്തിന്റെയും കഷ്ടതകളിൽ നിന്നവയാ ഞങ്ങളെ രക്ഷിക്കുവാൻ കഷ്ടതകളും ശ്രീമായും മരണവും നിനക്കായിട്ട് നീ ഒരുക്കുകയും സഹോദരന്മാരെ നിന്റെ കഷ്ടാനുഭവങ്ങളെ അനുകരിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്തു. അവർ ലോകത്തെ ഉപേക്ഷിക്കുകയും മരണത്താൽ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. അവർ അവരുടെ കഴുത്തുകളുടെ രക്തത്തിൽ മാമോദിസ മുഴുകുകയും സത്യജീവനാകുന്നതിനെ സമ്പാദിക്കുവാനായിട്ട് അവരുടെ ജീവനെ നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് രക്ഷിതാവായ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ സഹോദരന്മാരുടെ പുണ്യമുള്ള രക്തം മൂലം നിന്റെ വിശുദ്ധ സഭയോട് നീ നിരപ്പാകണമേ. നിന്റെ അടുക്കൽ നിന്ന് സുസ്ഥിരമായ സമാധാനം അതിന് പ്രദാനം ചെയ്യണമേ. അതിൽ നിന്ന് നാശകരങ്ങളായ വേദവിരീതങ്ങളെ വായിച്ചു കളയണമേ. പാതാളവാദികളതിനോട്
അശേഷം ബലം ചെയ്യാത്ത നിന്റെ സത്യവാഗ്ദാനത്തെ അതിൻ്റെ പക്കൽ നീ ഉറപ്പിക്കണമേ. നിന്റെ മോക്ഷത്തിൽ സന്തോഷിക്കുവാനും നിനക്ക് എന്നേക്കും സ്തുതിയും സ്തോത്രം കരയറ്റുവാനും അവരോടുകൂടെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വകുല സുബാൻവൽമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയേൻ സമയമിതല്ലോ മാർഗി വറുകി സകല പരിശോധന്മാരെ നിങ്ങൾ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി വന്നിട്ടുള്ള ആളുകൾ മധ്യഭാഗത്തുള്ള ദേവാലയത്തിൽ 2 വരിയായി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഓർപ്പിക്കുന്നു. ചൊല്ലിത്തരുന്നതായ പ്രാർത്ഥന ഭക്തിപൂർവ്വം കേട്ടിട്ടുണ്ട്. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. Oh
വസിച്ച് പറയണം. പാവപരിഹാരമുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് ദാസർക്ക് പാവപരിഹാരം നടക്കുമാറാകണം. കർത്താവെ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലുത് നീട്ടിയുടെ കർത്താവ് എന്ന് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകെയുള്ള നമുക്ക് പ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെടുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ നിന്നും നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. പരിഹാരത്തിനുമായി തീരരുത്, എന്നാലും ഞങ്ങളുടെ ജീവരക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്കനുസര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മശിഹാദം പുരാനെ, നിന്റെ ആഗമനത്ത് കെട്ടുപോകാതെ അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപ്പത് യകിനർ കൊറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ദൈവികരാജത്തണയാൻ മാർഗം തെളിയിച്ചവനാം മോറേകി വരുകേസിനെ ഓർക്കും ഇവർ നിൻ പാവന ചരിതം. മംഗളം ഇവരിൽ പരനരുളിടാൻ പ്രാർത്ഥിക്കണമേ. പാപവിമോചന
എൻ്റെ സഹോദരങ്ങൾ വാത്സല്യമുള്ളവരുമേ, കർത്താവിന് പാവരിയാനുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴിയാകാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരവേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജീവനസ്ഥിതിയുമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായ ഉത്തരവാദിത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. മഹാഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കന്നായിക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സ്വന്തം വിളിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും നേടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 5 നൂറ്റാണ്ടിന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ അനുഗ്രഹീതമായിരിക്കുന്ന മധ്യസ്ഥത പ്രഘോഷിക്കുന്ന അനുഭവവേദ്യമാക്കുന്ന ഈ വിശുദ്ധ ദേവാലയത്തിലെ വലിയ പെരുന്നാളിൽ സംബന്ധിപ്പാൻ മലങ്കരയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ തീർത്ഥാടകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്ത് പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാളിന്റെ ഒരു പ്രധാനപ്പെട്ട ദിനം കൂടിയാണ് 6-ാം തീയതി, വലിയ പെരുന്നാളിന്റെ തലേദിവസം. ഇന്നേ ദിവസം ഈ വിശുദ്ധ ദേവാലയത്തോടുള്ള സ്നേഹവും ഭക്തിയും മൂലം ഇന്ന് ഈ 5 കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തിദിയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ്. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് വളരെയധികം തിരക്കുകളുടെ മധ്യത്തിലാണ് ഈ വിശുദ്ധ ദേവാലയത്തെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അവരുടെ നിലയിൽ വിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഈ വിശുദ്ധ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഈ ദിവ്യബലി അനുഷ്ഠിച്ച് തിരുവചന ഘോഷണത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളതില് ഒരു വലിയ ഭാഗ്യമായും അനുഗ്രഹമായും ഈ തീർത്ഥാടക സമൂഹവും ഈ വിശുദ്ധ ദേവാലയവും ഇതിലെ വിശ്വാസികളും കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഈ ദേവാലയത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി കൂടുതൽ പരിശുദ്ധിയാർന്ന തെളിമയാർന്ന ആധ്യാത്മിക ജീവിത അനുഭവങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് ഏറ്റവും അനുഗ്രഹപ്രദമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ദേവാലയത്തോടും ഇതിലെ തീർത്ഥാടകരോടും ഇടവാങ്ങളോടും കാണിക്കുന്ന വലിയ സ്നേഹത്തിന്റെയും പൈതൃകമായിരിക്കുന്ന അജപാലനത്തിൻ്റെതായിരിക്കുന്ന വലിയ മഹിമയുമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഈ വലിയ പെരുന്നാളിൽ കടന്നു വന്ന് ഞങ്ങളെയൊക്കെയും അനുഗ്രഹിക്കുന്നതിനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ആദരവും ഈ തീർത്ഥാടക സമൂഹത്തിന്റെ പേരിലും ഈ വിശുദ്ധ ദേവാലയത്തിന്റെ പേരിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും വിശ്വാസികളുടെയും പേരിലും പ്രത്യേകമായിട്ട് വിശുദ്ധ പിതാവിന്റെ പാതാരമന്ത്രങ്ങളിൽ ഏറ്റവും ആദരപൂർവം വിശ്വാസപൂർവം ഈ സമയം സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ 5 കുർബാനയ്ക്ക് സഹകാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട PM മാണി അച്ഛൻ, ബഹുമാനപ്പെട്ട PK സക്കറിയാച്ചൻ, ബഹുമാനപ്പെട്ട PM സക്കറിയാച്ചൻ, ബഹുമാനപ്പെട്ട എബ്രഹാം വടശ്ശേരിൽ അച്ഛൻ, അവരൊക്കെയും ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരാണ്. പ്രത്യേകമായിട്ട് ഈ വൈദിക ശ്രേഷ്ഠമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തുടർന്ന് ഉള്ള ക്രമീകരണങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് കൊച്ചി ഭദ്രാസനാധിപൻ അഭിവന്യ ഐറേനിയസ് തിരുമനസ്സിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം നിർവഹിക്കുകയും അതിനെ തുടർന്ന് വിശുദ്ധ ഗീവർഗീസ് സഹോദര അനുസ്മരണ പ്രഭാഷണം അഭിവന്യ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുകയും തുടർന്ന് വലിയ പ്രദക്ഷിണം, പള്ളിയുടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയ പ്രദക്ഷിണം കൃത്യം 8 മണിക്ക് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നിലയ്ക്കൽ പള്ളി, പുതുപ്പള്ളി, കവലയുള്ള കുരിശുംതൊട്ടി വഴി പള്ളിയിലേക്ക് ആഘോഷപൂർവമായിട്ട് കടന്നു വരികയാണ്. ഇന്നലെ പള്ളിയുടെ 5 മേഖലകളിൽ നിന്ന് 5 കരകളിൽ നിന്നുള്ള തീർത്ഥാടക സമൂഹം കടന്നു വന്നു.
വളരെ അച്ചടക്കത്തോടും നിഷ്ഠയോടും വിശുദ്ധിയോടും കൂടി അതിൽ സംബന്ധിച്ചു. കടന്നു വന്ന എല്ലാവരും ഇന്നത്തെ പ്രദർശനത്തിൽ സംബന്ധിക്കുവാനായിട്ട് നിർബന്ധപൂർവ്വം ഉത്സാഹിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. അതിനെ തുടർന്ന് കരിവരുന്ന കലാപ്രകടനവും 10 മുതൽ രാത്രിയിൽ അഖണ്ഡ പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് കെ പോൾ അച്ഛന്റെ നേതൃത്വത്തിൽ നിർവഹിക്കും. 12 മണിക്ക് രാത്രി നമസ്കാരം. പ്രധാന ദിനമായിരിക്കുന്ന നാളെ മെയ് 7-ാം തീയതി വ്യാഴാഴ്ച വലിയ പെരുന്നാളിന്റെ 1 മണിക്ക് രാത്രിയിൽ വെച്ചൂട്ടിനുള്ള അരിയടിയിൽ നിർവഹിക്കും. 5 മണിക്ക് ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് കാവുങ്കൽ അച്ഛൻ കാർമ്മികത്വം വഹിക്കും. 8 മണിക്ക് പ്രഭാത നമസ്കാരത്തെ തുടർന്നുള്ള വിശുദ്ധ ഓപതിമയ കുർബാനയ്ക്ക് സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തന്മാരും ചേർന്ന് കാർമ്മികത്വം വഹിച്ച് ഓപതിമയ കുർബാന നിർവഹിക്കും. 11 മണിക്ക് ശ്ലൈഹിക വാഴ്വ്. 11 മണിക്ക് തന്നെ ശ്ലൈഹിക വാഴ്വിനെ തുടർന്ന് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന വെച്ചൂട്ട് ക്രമീകരിക്കുകയാണ്. 20 കൗണ്ടറുകളിലായിട്ട് വന്നുചേരുന്ന എല്ലാവർക്കും ഏറ്റവും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനാപൂർവം ഇവിടുത്തെ നേർച്ചയായിരിക്കുന്ന വെച്ചൂട്ട് അനുഭവിക്കാൻ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 മണിക്ക് പ്രദക്ഷിണം, നേർച്ച വിളമ്പ് ഈ നിലയിലാണ് നാളത്തെ ക്രമീകരണം. എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവ്വമായ സാന്നിധ്യം ഉണ്ടാകണം എന്ന സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. കോഴി നേർച്ചയ്ക്കുള്ള കൂപ്പൺ ഓഫീസ് കെട്ടിടത്തിലുള്ള കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. കുർബാന പണം നൽകുവാൻ, കുർബാനയ്ക്ക് പേരെഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പള്ളിയുടെ കിഴക്ക് വശത്ത് പ്രത്യേകമായിട്ട് കൗണ്ടർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഉള്ള കാര്യം ഓർമ്മിക്കുന്നു. കോഴി ലേലം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വടക്കേ മാവിൻചൂടിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ വിശുദ്ധ ബാബാദിനും ഒരു കാര്യം പ്രധാനമായിട്ടും ഈ സമയം നിർവഹിക്കുവാനായിട്ട് വിശുദ്ധ ബാബാദിനും മനസ്സുകൊണ്ട് കൽപ്പന നൽകിയിട്ടുണ്ട്. പാച്ചിറ താബോർ പള്ളിയുടെ ഭാഗമായിരിക്കുന്ന സിറിയക് ടി കുര്യാക്കോസ് രചിച്ച നിർമ്മല ഗീതം എന്ന് പറയുന്ന കാസറ്റ് സൺഡേ സ്കൂൾ ഗാനങ്ങളുടെ CD ആണ്. അത് അദ്ദേഹം സഹോദരയുടെ മധ്യസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് അത് റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീ മാത്യു എബ്രഹാം മീഞ്ചരയാണ്. പള്ളി സ്റ്റോളിൽ നിന്ന് CD ലഭ്യമാണ്. പ്രിയപ്പെട്ട സിറിയക് ടി കുര്യാക്കോസ് മുന്നോട്ട് കടന്നു വന്ന് അത് റിലീസ് ചെയ്യാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പുതുപ്പള്ളി പള്ളിയുടെ പൗരാണികമായിരിക്കുന്ന പൊന്നിൻ കുരിശൻ വിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിൽ പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണ്. കൈക്കാരന്മാര് ആ കുരിശ്